അസ്സലാമു ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പുതിയൊരു ഓംലെറ്റാണ് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു പാൻ വെച്ച് ചൂടാക്കാം. ഒരു 3 സ്പൂൺ സവാളയും പച്ചമുളകും തക്കാളിയും ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. ആദ്യം തന്നെ പച്ചമുളകും സവാളയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ക്യാപ്സിക്കമോ മഷ്റൂമോ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇപ്പം സവാളയിലേക്കും തക്കാളിയിലേക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതൊന്ന് സോഫ്റ്റായി വന്നപ്പം എല്ലാ വശത്തേക്കൊന്ന് നീക്കി കൊടുത്തിട്ട് ഇനി നടുക്ക് തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളിയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റിപ്പോയാൽ തന്നെ നമുക്ക് ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അതെല്ലാം നന്നായിട്ട് ഉടഞ്ഞു കിട്ടണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വേവിച്ചെടുക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞളും കുറച്ച് മുളകും ഒരല്പം ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഈ ഒരു മസാലയാണ് ഈ ഒരു ഓംലെറ്റിൻ്റെ ഒരു വെറൈറ്റി ആക്കുന്നത്. അപ്പോൾ അതവിടെ വേവുമ്പോഴേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഉപ്പും ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. അതിനിടയ്ക്കൊന്ന് തക്കാളി ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത് കേട്ടോ. ഇപ്പോൾ തക്കാളിയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിപ്പോയിട്ടുണ്ട്. ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് വേവാകാൻ വേണ്ടി മൂടി വെക്കുകയാണ്. അപ്പോൾ മുട്ടയിൽ ഉപ്പ് ചേർത്തിട്ട് ബീറ്റ് ചെയ്ത് വെക്കുകയാണ്. എരിവ് നോക്കിയിട്ട് വേണമെങ്കിൽ കുരുമുളക് പൊടി മുട്ടയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ പച്ചമുളകും മുളക് പൊടി നേരത്തെ ഇട്ടതാണ്. അപ്പോൾ ആ ഒരു എരിവ് നോക്കിയിട്ട് മുട്ടയിൽ ചേർത്താൽ മതി. ഇപ്പം തക്കാളി നന്നായി വേവായി വന്നപ്പം ഞാനൊന്ന് ഉടച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിന് മുകളിലേക്ക് മുട്ട അടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. ഇനി ചെറുതായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാനായതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇളക്കിയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. നമുക്ക് സുഖമായിട്ട് ഓംലെറ്റ് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. ഞാനിതിനി നന്നായിട്ട് വേവാനായിട്ട് വിടുകയാണ്. അടിവശം നന്നായിട്ട് മുരിഞ്ഞ് വന്ന് മറിച്ചിടാമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് മറിച്ചിടാം. അപ്പോൾ 3 മുട്ട എടുത്തിട്ടുണ്ടെങ്കിൽ വേവായി വരാൻ സമയം പിടിക്കും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കെ വേവിച്ചെടുത്താൽ മതി. ഇപ്പം ഞാൻ പാകത്തിനായപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗവും കൂടി വേവിച്ചെടുക്കാം. അങ്ങനെ മറിച്ചിടുമ്പം പൊടിഞ്ഞു പോയി എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു 3-4 പീസാക്കിയിട്ട് അങ്ങനെ വേവിച്ചെടുത്താലും മതി കേട്ടോ. ചിലർക്ക് ഇങ്ങനെ മറിച്ചിടാൻ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ 2 വശവും ഇവിടെ വേവായി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാണ്. അപ്പോൾ നേരത്തെ ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് അതിനകത്ത് മുട്ട മിക്സ് ചെയ്തിട്ടായിരുന്നു ഓംലെറ്റ് തയ്യാറാക്കിയിരുന്നത്. അപ്പം അതിലൊന്ന് വെറൈറ്റി നോക്കിയതാണ്. രാവിലെയോ രാത്രിയോ ഇത് ഇങ്ങനെ കഴിക്കാം. ഇനി യോഗട്ട് ഉണ്ടെങ്കിൽ അതിനകത്ത് ഉപ്പും പച്ചമുളകും ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാം. അങ്ങനെയൊക്കെ കഴിക്കാൻ ഈ ഓംലെറ്റ് ടേസ്റ്റാണ് കേട്ടോ. നമ്മളിടുന്ന സ്പൈസസ് ഒന്നും കൂടാതെ നോക്കിയാൽ മതി. പ്രത്യേകിച്ച് ഗരം മസാല ഒക്കെ ഒന്ന് ലൈറ്റായിട്ടുള്ളൊരു ഫ്ലേവറിന് മാത്രം മതി. അപ്പോൾ എല്ലാവരും ഈ ഒരു ഓംലെറ്റ് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.